ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? ഇത് ഞങ്ങൾ പെരുന്നാളിന് ദമാമ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പനിയൊക്കെ ആയിരുന്നുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായതാണ് കേട്ടോ. ഇത് ജുബൈലിലുള്ള മാൻഗ്രോവ് എക്കോ പാർക്കാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ കണ്ടൽക്കാടൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയുമോ? അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ ആരാംകോടെയാണ് കേട്ടോ. ഇത് എൻട്രൻസ് ഫ്രീ ആയിരുന്നു. താണ്ടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇതുപോലെ റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. ഇതുവഴിയാണ് കേട്ടോ എൻട്രൻസ്. എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. ഞങ്ങളെല്ലാം ബീച്ചിൽ പോകാനായിട്ട് തയ്യാറെടുത്ത് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും ബീച്ച് വൈബിലുള്ള ഡ്രസ്സിങ് ആണ് എല്ലാവരുടേതും. അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ വരെയും ബ്രിഡ്ജാണ് കേട്ടോ. അതിലേ നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവാം. എനിക്ക് തോന്നുന്നു ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിലൊക്കെ നല്ല രസമായിരിക്കും, കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഞങ്ങളിതിപ്പോൾ പോയിരിക്കുന്നത് നട്ടുച്ചയ്ക്ക് ഒരു 11:30-12 ആ ഒരു റേഞ്ചിലാണ്. നല്ല വെയിലിന് നല്ല ചൂടുള്ള ടൈമിലാണ് ഞങ്ങൾ പോയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആട്ടോ. നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളെ നാട്ടിൽ കണ്ടൽക്കാടുണ്ടല്ലോ, മൺട്രോത്തുരുത്തൊക്കെ, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പോയപ്പോൾ നിറയെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് ഈ ചെടികളുടെയും മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് വേസ്റ്റ് കവറുകളും ഇതൊക്കെ നിറഞ്ഞു കിടന്നിട്ട് വൃത്തികേടായി കിടക്കുമായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവർ.
ഇതിൽ നമുക്കിങ്ങനെ ദാണ്ടേ വലിയ മീനുകൾ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ ആ പഴയ ബിൽഡിങ്ങിൽ തന്നെ പോയിട്ട് അതിൻ്റെ മുകളിൽ ബൈനോക്കുലർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുവഴി നമുക്ക് ഈ മാൻഗ്രൂവ് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ. ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ 2 സൈഡിലായിട്ടും ബൈനോക്കുലർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ നടന്ന് അങ്ങേയറ്റം പോയത് കണ്ടോ. ചുറ്റും നമുക്ക് ഈ ബൈനോക്കുലർ വെച്ച് സൂം ചെയ്ത് കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലം ദമാമിലുള്ളവരായാലും ജുബൈലിലുള്ളവരായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.